എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പെൻറ്റക്കോസ്റ്റൽ ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന ഒരു സംഘടനയെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് പറയാനായി ഒരു പശ്ചാത്തലമുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ ചന്ദോളി ജില്ലയിൽ സക്കൽഡിഹ തഹസിൽ ഇട്ടാവ എന്ന ഗ്രാമത്തിൽ 6 സുവിശേഷ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും പിന്നീട് അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അവരിപ്പോൾ ജയിലിലാണ്. അവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം അവർ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. ഇതിന് തെളിവായി ബൈബിളുകളും സുവിശേഷ പ്രതികളും പാട്ടുപുസ്തകങ്ങളും കീബോർഡും അതോടൊപ്പം തന്നെ മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പിടിച്ചെടുത്തു. പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു. അവരിപ്പോഴും ജയിലിൽ തുടരുകയാണ്. എന്നാൽ ഈ സംഭവം അറിഞ്ഞ ഒരു സുവിശേഷകൻ, മറ്റൊരു സഭയിലെ ഒരു സുവിശേഷകൻ എൻ്റെ അടുത്ത് വന്നു. എന്നോട് ചോദിച്ചു, സാറേ 6 പേരെ അറസ്റ്റ് ചെയ്തു, സാർ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു അറിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലീസ് അവിടെ എത്തി അവരോട് അവരുടെ രജിസ്ട്രേഷനെ കുറിച്ച് ചോദിച്ചു. നിങ്ങളിവിടെ പ്രാർത്ഥന നടത്തുന്നു, ചർച്ച് നടത്തുന്നു, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ്? നിങ്ങളുടെ രജിസ്ട്രേഷൻ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ട്രസ്റ്റായിട്ടോ സൊസൈറ്റി ആയിട്ടോ ഒന്നും ഒരു രജിസ്ട്രേഷനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലും ഇല്ലായിരുന്നു. എന്നോട് ഈ ദൈവദാസൻ വന്ന് പറഞ്ഞു, എനിക്ക് ഒരു ഐഡൻറ്റിറ്റി കാർഡ് തരണം, അതോടൊപ്പം തന്നെ ഒരു രജിസ്ട്രേഷൻ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഉത്തർപ്രദേശിലും ബീഹാറിലും ഇതുപോലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് സ്വതന്ത്ര കൂട്ടായ്മകളുണ്ട്. ഈ സ്വതന്ത്ര കൂട്ടായ്മകൾ നടത്തുന്നവർ മറ്റ് സഭകളോട്, രജിസ്ട്രേഷനുള്ള സഭകളോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ അസംബ്ലി ഓഫ് ഗോഡ് ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്, IPC ഉണ്ട്, അതുപോലെ CNI ഉണ്ട്. ഇതുപോലുള്ള ചർച്ചകളോടൊന്നും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മകളെല്ലാം നിർത്തലാക്കിയിരിക്കുകയാണ്. 300-400 ആളുകൾ ഉണ്ടായിരുന്ന പ്രാർത്ഥനാ സെൻറ്ററുകളൊക്കെ ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ ഉത്തർപ്രദേശിൽ മതപരിവർത്തന നിരോധന നിയമം അത് പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതൊരു കൂട്ടായ്മ ഒരാൾ നടത്തിയാലും ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർക്ക് ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും അംഗീകൃത ട്രസ്റ്റിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ സഭയിൽ നിന്നോ ഒരു അംഗീകൃത ഐഡൻറ്റിറ്റി കാർഡും അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പെൻറ്റക്കോസ്റ്റൽ ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. എപ്പിസ്കോപ്പൽ രീതിയിലാണ് ഈ സംഘടന മുമ്പോട്ട് പോകുന്നത്. ഇതിൻ്റെ മേജർ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്നത് ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജ് റാന്നിയാണ്. ഞാൻ ഈ ദൈവദാസനുമായി സംസാരിക്കുകയും എന്താണ് ഈ ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ, പെൻറ്റക്കോസ്റ്റൽ ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഇനി വരാൻ ഇരിക്കുന്ന നാളുകളിൽ പെൻറ്റക്കോസ്റ്റൽ ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും ഏറ്റവും കുറഞ്ഞത് 12 ബിഷപ്പ്മാരെ നിയമിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കർത്തവ്യം. 12 എന്ന് ഞാൻ ഒരു സംഖ്യ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 12ഓ അതിൽ കൂടുതലോ. അതായത്
ഓരോ സ്റ്റേറ്റിനും ഒരു ബിഷപ്പും, അതായത് ആർച്ച് ബിഷപ്പും, അതോടൊപ്പം തന്നെ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഓരോ ബിഷപ്പും, അതിന് കീഴിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സുവിശേഷ പ്രവർത്തകർക്ക് വൈദിക ഓർഡിനേഷൻ, അതായത് ഓർഡിനേഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ഒരു ആർച്ച് ബിഷപ്പ് ഒരു സംസ്ഥാനത്ത്, അതിൻ്റെ കീഴിൽ നിരവധി ബിഷപ്പ്മാർ, അതോടൊപ്പം സ്വതന്ത്ര സഭകളായി നിൽക്കുന്ന സഭകളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തന രംഗങ്ങൾക്ക് താല്പര്യമുണ്ട്, ഏതെങ്കിലും അംഗീകൃത ബൈബിൾ കോളേജിൽ നിന്നോ സ്കൂളുകളിൽ നിന്നോ ഗ്രാജുവേഷൻ കരസ്ഥമാക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും സ്നാനമേൽക്കുകയും ഒക്കെ ചെയ്ത് സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ സജീവമായി നിൽക്കുന്നവർക്ക് അവർക്ക് ഓർഡിനേഷൻ കൊടുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഓർഡിനേഷനോടൊപ്പം തന്നെ അവർക്ക് ഐഡൻറ്റിറ്റി കാർഡും അതോറിറ്റി ലെറ്റർ, അതായത് അവർ ഈ സംഘടനയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സുവിശേഷ പ്രവർത്തകരാണ് എന്നുള്ളത് ഏത് സ്ഥലത്ത് ചെന്നാലും, പോലീസ് സ്റ്റേഷനിലാണെങ്കിലും മറ്റ് ഏത് അധികാരികൾ ചോദിച്ചാലും അവർക്ക് കാണിക്കാൻ കഴിയുന്ന ഒരു അംഗീകൃത ഐഡൻറ്റിറ്റി കാർഡും സർട്ടിഫിക്കറ്റും കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പെൻഡക്കോസ്റ്റൽ ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സുവിശേഷ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വരികയാണ്. നമ്മുടെ കേരളത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഓടി ഒരു പ്രാർത്ഥന സംഗമം സംഘടിപ്പിക്കുന്നു, അത് വീഡിയോ പിടിക്കുന്നു, ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇടുന്നു. ഇതല്ല ഇതിൻ്റെ ഒരു പരിഹാര മാർഗമെന്ന് പറയുന്നത്. പ്രാർത്ഥന നമുക്ക് എപ്പോഴുമുണ്ട്, നമ്മൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. എന്നാൽ സ്വതന്ത്രമായി മാറി നിൽക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു സംഘടനയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് പല കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് അംഗീകൃത ഒരു ലൈസൻസും ഒരു ഐഡൻറ്റിറ്റി കാർഡും വേണം. അതോടൊപ്പം തന്നെ ചർച്ചിൻ്റെ നിയമം അനുസരിച്ച് ചർച്ചിന് ഒരു ബിഷപ്പ്, പിന്നീട് വൈദികർ എന്ന് പറഞ്ഞാൽ ഓർഡിനേഷനുള്ള സുവിശേഷ പ്രവർത്തകർ ആവശ്യമാണ്. അപ്പോൾ ഈ പെൻഡക്കോസ്റ്റൽ ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് 28 സംസ്ഥാനങ്ങളിലും ഓർഡിനേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇനി വരുന്ന നാളുകളിൽ ഇന്ത്യയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ എല്ലാം നിയമാനുസൃതമായി മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിയമപരമായി ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന നിയമത്തിനനുസരിച്ച് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. സുവിശേഷ പ്രവർത്തനം അത് ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അതുകൊണ്ട് ഈ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് ബാബു ജോർജ് റാന്നിയുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്താൽ നിങ്ങളുടെ പ്രദേശത്ത് കടന്നു വന്ന് ഓർഡിനേഷൻ നൽകുകയും ഈ സംഘടനയോട് ചേർന്ന് നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും അതോറിറ്റി ലെറ്ററും ലഭിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടും അവർക്ക് ഐഡൻറ്റിറ്റി കാർഡോ മറ്റ് രജിസ്ട്രേഷനോ ഇല്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായതുകൊണ്ടുമാണ് ഞാൻ ഇപ്രകാരം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ഇത് മുൻവിധിയോടുകൂടി എടുക്കാതെ നിങ്ങൾ ഇതിനെ കാര്യഗൗരവത്തോടുകൂടെ മനസ്സിലാക്കി ഇതിൻ്റെ നിയമസാധ്യതകളെ മനസ്സിലാക്കി നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് ആവശ്യമാണ്. അത് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോയാൽ സുവിശേഷ പ്രവർത്തനം സുഗമമായി നമുക്ക് നടത്താൻ കഴിയും എന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.